കോൺഗ്രസിൽ നടക്കുന്ന രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ പോലും മാധ്യമങ്ങൾക്ക് ചോർത്തി ലഭിക്കാറുണ്ടെന്ന ആക്ഷേപം ഏറെ നാളായി കോൺഗ്രസിനെതിരെ എതിർ രാഷ്ട്രീയ പ്രവർത്തകർ ഉന്നയിക്കാറുള്ളതാണ്. ഒരു പരിധിവരെ ഇത് ശരിയാണെന്ന് പൊതുജനവും വിശ്വസിക്കുന്നു. എന്നാൽ ആ വിമർശനങ്ങളെ തലകീഴായി മറിച്ച ദിവസമായിരുന്നു ഇന്നലെ. കേരളത്തിലെ എല്ലാ പ്രധാന നേതാക്കളെയും ഡൽഹിയിൽ പ്രത്യേക യോഗത്തിന് വിളിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു യോഗം എന്നറിയാതെ കുഴയുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ കണ്ടത്. പതിവ് പോലെ ഇടതനുകൂല മാധ്യമങ്ങൾ എന്തൊക്കെയോ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നല്ലാതെ ഡൽഹിയിൽ നടന്ന ചർച്ചയെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് പൂർണ്ണമായും ഒരു വിവരവും ഇല്ല എന്ന് തന്നെ പറയാം. ഡൽഹിയിൽ നടന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം? കേവലമൊരു യോഗത്തിനെ ഇത്ര ഗൗരവത്തിൽ നാം കാണേണ്ടതുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതാ. ഇന്നലെ നടന്ന യോഗത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഗെയിം ചേഞ്ചർ എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. എന്തുകൊണ്ടാണ് കേവലം ഒരു യോഗത്തിന് കേരള രാഷ്ട്രീയത്തെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് വിലയിരുത്തപ്പെടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അവസാനിക്കുന്ന തലവേദന. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിലെ ഏറ്റവും വലിയ തലവേദന സംഘടനയ്ക്കുള്ളിലെ ചേരിപ്പോര് തന്നെയായിരുന്നു. സംസ്ഥാനത്ത് വളരെ വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ പോലും സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക അണികൾക്കിടയിൽ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കയെ വേരോടെ പിഴുതെറിഞ്ഞിരിക്കുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി. നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയ ഭിന്നതകളും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെ നേരിട്ട് ഇടപെട്ട് പരിഹരിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് യോഗത്തിന് ശേഷം നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി സജ്ജമാവുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ച എന്ന PR നാടകത്തിന് പൂർണ്ണമായും തിരശ്ശീല വീഴുകയാണ്. മാറുന്ന സമീപനങ്ങളും സമവാക്യങ്ങളും. സംഘടനയ്ക്കുള്ളിലെ വിമർശനങ്ങളിലൂടെയും വിയോജിപ്പുകളിലൂടെയും ശക്തിപ്പെടുന്ന ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമാക്കുന്നതിനെ തമ്മിലടിയെന്ന ചാപ്പി അടിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഇടതനുകൂല മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന പാർട്ടിക്കേറെ ദോഷം ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കിയ നേതൃത്വം സമീപനത്തിൽ നിന്ന് വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ കഴിയും. KPCC പുനഃസംഘടന സംബന്ധിച്ച് ഇടതനുകൂല മാധ്യമങ്ങൾ ഓരോ കഥ പടച്ചുവിട്ടതല്ലാതെ നേതാക്കളിൽ നിന്ന് ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവനകളും പൊതുമധ്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉയർത്തിക്കാട്ടി ഇടതുപക്ഷം പ്രചരണം നടത്തുമ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് പരിചയ സമ്പത്തും യുവത്വവും ചേർന്ന ഒരുമയുള്ള ഒരു നേതൃനിരയെയാണ്. പിണറായി സ്തുതിയിൽ മാത്രം അഭിനമിക്കുന്ന ഇടതുപക്ഷത്തിന് കരുത്തുറ്റ ഈ നേതൃനിരയോട് പോരടിച്ചു നിൽക്കുക എന്നത് എളുപ്പം കഴിയുന്ന കാര്യമല്ല. വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരായ രാഷ്ട്രീയ സമരങ്ങളെ കോൺഗ്രസ് കൂടുതൽ ശക്തമാക്കുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. PM ശ്രീയിൽ തുറന്നു കാട്ടപ്പെട്ട CPM BJP ബാന്ധവം. കഴിഞ്ഞ ആഴ്ച വരെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയും PM ശ്രീക്കെതിരെയും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു പറയുന്ന അതെല്ലാം മറന്ന് അതേ നയങ്ങൾക്ക് ഹസ്തദാനം നൽകുമ്പോൾ അവിടെ തുറന്നു കാട്ടപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ കപട സമീപനം തന്നെയാണ്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ MR അജിത് കുമാറിനെ സംരക്ഷിക്കൽ, തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലെ മൗനം എന്നീ വിഷയങ്ങളിൽ തുടങ്ങി PM ശ്രീയിൽ ഒപ്പുവെച്ചത് കൂടിയാകുമ്പോൾ CPM BJP ബാന്ധവമെന്ന പ്രതിപക്ഷ ആരോപണം അക്ഷരം പ്രതി ശരിയായി മാറുകയാണെന്ന് മതേതര കേരളം തിരിച്ചറിയുന്നുണ്ട്. CPM 1500 കോടി രൂപയുടെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞ് ആദ്യമെത്തുന്നത് LDF-ലെ ഒരു കക്ഷിയായ CPI ആണെന്നുള്ളത് പൊതുജനത്തിന് യാഥാർത്ഥ്യം എളുപ്പം തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ കൊള്ള. കലിയുഗ വരദനായ അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന് ഭക്തർക്ക് വൈകാരികമായ വിഷയമാണ്. വെള്ളാപ്പള്ളി നടേശന്മാരെ കൊണ്ട് അഭിപ്രായങ്ങൾ പറയിച്ച് സംസ്ഥാന സർക്കാർ വിഷയം മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും വിശ്വാസ സമൂഹം ഈ കൊള്ള മറക്കുകയോ കൊള്ള നടത്തിയവർക്കും അതിന് കൂട്ടുനിന്നവർക്കും മാപ്പ് കൊടുക്കുകയോ ഇല്ല. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം ശക്തമാക്കുമ്പോൾ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു തരത്തിലും സർക്കാരിന് കഴിയില്ല. PR പരിപാടികളും സമരങ്ങളും. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നതിനേക്കാൾ മുഖ്യം മുഖം മിനുക്കുന്ന PR പരിപാടികളോടാണ് സർക്കാരിന്. മറ്റെന്തിനേക്കാളും മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ സർക്കാർ ആഘോഷമാക്കിയത് അതിനാൽ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ മെസ്സി നവംബറിൽ കേരളത്തിൽ വരുന്നില്ല എന്ന് മാത്രമല്ല, മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് സ്പോൺസറെ കണ്ടെത്തിയതിലും സ്റ്റേഡിയ നവീകരണത്തിലും വഴിവിട്ട കാര്യങ്ങൾ നടന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഒരു ഭാഗത്ത് ദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം മഹാനടന്മാരെ അണിനിരത്തി സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ മറുഭാഗത്ത് പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും ഈ പ്രഖ്യാപനം മഹാനുണയാണെന്നും ചൂണ്ടിക്കാണിച്ച നടന്മാർക്ക് കത്തെഴുതുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ
മാസങ്ങളായി രാവു പകലാക്കി സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകരാണ്. ഇത്തരത്തിൽ സർക്കാർ മുഖം മിനുക്കാനായി ഓരോ പരിപാടികളും കോൺക്ലേവുകളും സംഘടിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സുശക്തം UDF നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കരുത്താർജിക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് നാം കാണുന്നത്. 100 സീറ്റിലധികം നേടുമെന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് അണികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണം ഉണ്ടെന്നത് സംസ്ഥാനത്തെ സംഘടനയ്ക്ക് അച്ചടക്ക സ്വഭാവം നൽകുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരവും മുന്നണിക്കുള്ള പ്രശ്നങ്ങളുമായി പ്രതിസന്ധിയിൽ ഇടതുപക്ഷം കഴിയുമ്പോൾ മറുഭാഗത്ത് ഐക്യത്തോടെ കെട്ടുറപ്പോടെ ഒരുമയോടെ ഐക്യ ജനാധിപത്യ മുന്നണി അണിനിരക്കുമ്പോൾ കേരളം ഭരണമാറ്റത്തെ സ്വാഗതം ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ നമ്മൾ കാണുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും കെട്ടുറപ്പോടെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുമ്പെങ്ങുമില്ലാത്ത വിധം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ ഒരുങ്ങുകയാണ്. മാറ്റത്തിന്റെ ശങ്കുലിനാദം മുഴക്കി മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 മണ്ഡലങ്ങളിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ഉള്ളത്. കേരളത്തിന്റെ തെരുവീതികളിൽ ചോര നീരാക്കി സമരം ചെയ്യുന്ന യുവാക്കളെ അടിച്ചമർത്തുന്ന ഇടതുപക്ഷത്തിന്റെ പോലീസ് രാജ്, CPM BJPക്ക് പരവതാനി വിരിക്കുന്ന സംഘപരിവാറിന്റെ കയ്യാളുകളായി മാറുമ്പോൾ കേരളത്തിന്റെ മതേതരത്വം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മതേതരത്വവും ജനാധിപത്യവും കോൺഗ്രസ് അതിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു ഭാഗത്ത് സംഘപരിവാറിനെതിരെയും മറുഭാഗത്ത് ന്യൂനപക്ഷ തീവ്രവാദത്തിനെതിരെയും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ട വീതികളിൽ യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. PM ശ്രീ പദ്ധതി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, PR ധൂർത്ത്, മുച്ചൂടും ഭരിച്ചു മുഴിച്ച ഇടതു സർക്കാർ, പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത സർക്കാർ, കേരളത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിയിട്ട പിണറായി വിജയൻ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ പഠിച്ച് പരീക്ഷ എഴുതി ഒരു സർക്കാർ ജോലിക്കായി മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുമ്പോൾ അവരെ PSC ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താതെ പിൻവാതിൽ നിയമനത്തിലൂടെ DYFIക്കും SFIക്കും വേണ്ടി കൊടിപിടിക്കുന്നവരെ തിരികെ കയറ്റുമ്പോൾ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അവർ കോൺഗ്രസിന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് വിധിയെഴുതുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരടക്കം പങ്കുവെക്കുന്നത്.